Hey guys, welcome to JJ Vlogs. നമ്മൾ ഇന്നൊരു ആട്ട് രണ്ടെല്ലാം എടുത്തിട്ട് ഫിഷിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് മറീനേന്ന്. അപ്പോൾ ഒരു 3:30 നമ്മൾ എണീറ്റ് ഇപ്പം സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണി നമ്മൾ റൂമിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിനൊക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങണേണ്. ബാക്കി ടീമുകളൊക്കെ അവിടെ വരാമെന്നാണ് പറയണത്. നമ്മൾ 5 മണിക്ക് അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഡീപ് സീ ഒരു 15 to 20 മൈൽസ് ഡീപ് സീ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ഫിഷിംഗ് എക്സ്പീരിയൻസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. മെയിനായിട്ട് ഫിഷിംഗ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ വെളുപ്പിന് ഈ ടൈമിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അവിടെ ഒരു 5 മണിക്ക് മീറ്റപ്പ് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മ യാട്ടിൻ്റെ ഡോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് നമുക്ക് കണ്ടാൽ അറിയാം, ഇതൊരു വലിയൊരു യാട്ടിൻ്റെ ഡോക്കിംഗ് സെക്ഷനാണ്. അവിടെ ഫുള്ള് യാട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് തന്നെ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലേക്ക് നമുക്ക് പോയിട്ട് ക്യാപ്റ്റനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യും. പിന്നെ നമ്മളെ അവിടെ നിന്ന് യാർഡിലേക്ക് കൊണ്ടുപോയിക്കോളും. എന്തായാലും നമുക്ക് ബാക്കിയുള്ളവർ കൂടിയും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മ യാട്ടിൻ്റെ ഡോക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗേറ്റ്. ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യുന്നതാണ്. ഗേറ്റ് എസ് ആണ് വരുന്നത്. ഇവിടുന്ന് ക്യാപ്റ്റൻ വന്നാലേ ഗേറ്റ് തുറക്കുള്ളൂ. ക്യാപ്റ്റൻ അല്ലെന്നുണ്ടെങ്കിൽ ക്രൂ മെമ്പർ വരണം. അപ്പോൾ അവർ ബാക്കിയുള്ള മെമ്പേഴ്സ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അവർ വിളിച്ചിട്ട് ഡോക്കിംഗ് സ്റ്റേഷനുള്ളിൽ കയറിയിട്ട് യാർഡിൽ എൻ്റർ ചെയ്യും. അവിടെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. Hello guys. ദുബായിയുടെ ഏറ്റവും വലിയ പാം ഐലൻഡ് ഒക്കെ നമ്മൾ പാസ് ചെയ്ത് പോകണേണ്. അതിന്റെ A20 അറ്റ്ലാന്റിസ് ഹോട്ടലൊക്കെയാണ് ഈ കാണുന്നത്. അതൊക്കെ പാസ് ചെയ്ത് നമ്മൾ ഡീപ് സീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷിമാനോന്റെ ഫുൾ സെറ്റാണ്. റോഡും റീലും ഷിമാനോന്റെയാണ്. അപ്പം ഇത് വെച്ചിട്ട് ലൂർ കാസ്റ്റ് ചെയ്യാൻ പോണെയാണ്. ബാക്കിൽ ബെയ്റ്റ് ഫിഷിങ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ എങ്ങനെ ഇതില ആക്ടിവിറ്റി ഉള്ളത് നോക്കാം. ഫസ്റ്റ് ഫിഷ് ഇത് ജിയോബായി എടുത്തിട്ടുണ്ട്. ഏട്ടപ്പൂരി മീനെ നമ്മൾ കീപ്പ് ചെയ്യല്ല. നമ്മുടെ ഈ മീന് ഭയങ്കര സ്പാക്സ് ഉണ്ട്, ഭയങ്കര വെനമസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും മീൻ റിലീസ് ചെയ്ത് കളയാണ്. ഇവർക്ക് പല ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ക്രൂ മെമ്പേഴ്സിന് വന്ന ഗസ്റ്റിന് പല കുത്തുകൊണ്ടൊക്കെ ഇവിടെ വെച്ചിട്ടല്ലായാലും പുറത്തുണ്ടായിട്ടായാലും. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ കളഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ മീൻ അപ്പൊ തന്നെ നമ്മൾ റിലീസ് ചെയ്ത് വിട്ടു.
എല്ലാവർക്കും സീ സിക്നസ് ആണ് ബ്രോ. ഒരു വെള്ളമായി അപ്പൊ ടാബ്ലറ്റ് എടുത്തില്ല. സീ സിക്നസിന്റെ സീനാണ്. എന്നെ കൊണ്ടൊന്നും പറ്റും തോന്നല്ല ഗായ്സ്. എനിക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ 2 മീനെ പിടിക്കണം. നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ഇവിടെ ഒരാൾ സൈഡ്, അടുത്ത ആള് വാളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. ഇവിടെ ഒരാളെ ചത്ത് കിടക്കുന്നു. ഇത് വാള്, അടുത്തത് ഭയങ്കര ഫിഷിങ്ങിലാണ്. ഇവിടെ ബാക്കിൽ 2 പേരും ഫിഷിങ്ങിലാണ്. കുഴപ്പമില്ല, സെറ്റായിട്ട് പോണ്. ഞാൻ ഒന്ന് ഫിഷ് ചെയ്ത് നോക്കട്ടെ. ആ അതെ, അതാണ് ഒരു വാള്. കണ്ണൂർ വാളാണ് ആ പോകുന്നത്. കണ്ണൂർക്കാർ 2ാമത്തെ വാളാണ് കഴിക്കുന്നത്. കണ്ണൂർ 2, കണ്ണൂർ 1 ഇവിടെ. സമാധാനമായിട്ട് വാള വെച്ചോട്ടെ, ഞാൻ മാരെ കൊടുത്തേക്കാം. ജിഗ് എടുത്തിട്ട് കാര്യമുണ്ടോ ബ്രോ? ട്രൈ ആക്കാം. അങ്ങനെ എല്ലാവരും സിക്കായി. ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം ഛർദ്ദിച്ചു. ഇനിയിപ്പോ അത് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ എനിക്ക് എന്നിട്ട് ഇനിയിപ്പോ ചൂണ്ടയില് ജിഗ് കണക്ട് ചെയ്ത് എറിയാൻ നോക്കണേണ്. അങ്ങനെ നമ്മ ഫസ്റ്റ് ജിഗ് കാസ്റ്റ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ അവര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബോട്ടിന്റെ പല സൈഡിലും ബെയ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ബെയ്റ്റ് ഇടുന്നത് സ്ക്വിഡാണ്. സ്ക്വിഡ് ഇട്ട് വെച്ചിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനിവിടുന്ന് കാസ്റ്റ് ചെയ്ത് ജിഗയില് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് റെസ്പോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, ആക്ടിവിറ്റി നമുക്ക് ഒട്ടും കിട്ടുന്നില്ല. എന്നാലും ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് റീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീ സിക്നസ് വിത്ത് ബാഡ്. അവിടെ സീനാണ്, അവിടെ സീനാണ്. ഇത് പെരുമ്പാവൂർ വാളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ണൂർ പടമായിട്ട്, കായംകുളം പടമായിട്ട് കിടക്കുന്നുണ്ട്. ഇത് കണ്ണൂർ 3 ട്ടാ. സീനാണ്, വാളോട് വാളാണ്. ഞാൻ പിന്നെ ആദ്യമേ വാള വെച്ചോണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഇവിടെ എറിഞ്ഞ് ഞാൻ വയ്യാണ്ടായി. ഇവിടെ ആക്ടിവിറ്റി ഒന്നും ഇല്ല. എനിക്ക് കാസ്റ്റ് ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ല. അതേപോലെ തന്നെ ബെയ്റ്റിലും ആക്ടിവിറ്റി ഒന്നും ഇല്ല. അപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞ് നമ്മ അവിടുന്ന് ഒന്ന് മാറി നോക്കാം എന്ന് പറഞ്ഞിട്ട് ആയിട്ട് നമ്മ അവിടുന്ന് കുറച്ചെടുത്ത് മാറ്റണേണ്, വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് നോക്കണേണ്. അപ്പൊ അങ്ങനെ നമ്മ സ്പോട്ട് മാറ്റി ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് അവിടെ നിന്ന് നീങ്ങി വേറെ സ്പോട്ട് നോക്കി പോണേണ്. അങ്ങനെ ഞാൻ ജിഗ് മാറ്റണാണ്. ജിഗ് മാറ്റിയിട്ട് അത് നമ്മ ഇട്ടിരുന്ന സിൽവർ ആൻഡ് ഗോൾഡ് മാറ്റിയിട്ട് ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ഉള്ള ഒരു എണ്ണം വെച്ചെറിയാൻ നോക്കണേണ്. നമുക്ക് ഏത് വെച്ച് എറിഞ്ഞിട്ടാണ് എങ്ങനെയെന്ന് ആക്ടിവിറ്റി കിട്ടണമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് എറിഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ച് മാറ്റി എറിയാണ് ഞാൻ. അങ്ങനെ എല്ലാവർക്കും സീ സിക്നസ് വന്നു. എല്ലാവരും വാളൊക്കെ വെച്ച് ഒരു സൈഡിൽ കിടപ്പൊക്കെ ആയി. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫിഷിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. നമ്മ ബെയ്റ്റിന് വെച്ച ചൂണ്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ച് കയറ്റി വെച്ചു.
ഞാനൊരു പ്രാവശ്യം വാള് വെച്ചു, എന്നാലും എന്തെങ്കിലും ഒരു മീനെ പിടിച്ചിട്ട് തിരിച്ചു പോകണ്ടേ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ നിന്ന് കാസ്റ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് യാച്ച് മൂവ് ചെയ്തുകൊണ്ടിരുന്നിരുന്നപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിഷ്വലി കാണുന്നതും പിന്നെ നമ്മൾ ചെവി സെൻസ് ചെയ്യുന്നതും ഒരേപോലെയാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വൺസ് നമ്മൾ അത് ഡീപ് സീയിലേക്ക് എത്തി യാച്ച് അവിടെ നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒലച്ചിൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ കണ്ണിന് നമ്മൾ വിഷ്വലി നോക്കി അറിയാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ കാണുന്നത് ചുറ്റും വെള്ളവും പിന്നെ ആകാശമാണ്. അപ്പം നമ്മൾ മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഈ മോഷൻ ഇങ്ങനെ നമ്മുടെ ചെവി അറിയുന്നത്, സെൻസ് ചെയ്യുന്നത് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഇതും കൂടി മിസ്മാച്ച് ചെയ്തിട്ട് വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഇത്ര സിവിയർ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനുള്ള ടാബ്ലറ്റോ അല്ലെങ്കിൽ ഈ മോഷൻ സിക്നസിനുള്ള പാച്ചും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതൊന്നും നമ്മൾ എടുത്തില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെയും വരെ എത്തിപ്പെട്ട് ഇനിയിപ്പോൾ എന്തായാലും മീന് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിടിച്ചിട്ടേ തിരിച്ചുള്ളൂ. ആക്ച്വലി നമ്മളിവിടെ ഉറങ്ങാനല്ല വന്നേ, വെള്ളം നിർമ്മിക്കണം. കടലിൽ മീനില്ലേ? ഒന്നും കിട്ടാണ്ട് പോയിണ്ട് ആരെങ്കിലൊക്കെ? പോയിണ്ട്? ഓ ഷിറ്റ്, ഇതെറിഞ്ഞൊന്നും വരില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളായിരിക്കും ആദ്യം. നമ്മുടെ മീനിന്റെ പകുതി കൊണ്ടുപോയി ഗൈസ്. എത്ര അപ്പൊ കൂടുതൽ വേണോ? അങ്ങനെ വേണോ? അപ്പൊ വിൻഡ് നോട്ട്സ് അല്ലേ? അത് നമുക്ക് നേരത്തെ നോക്കിയിട്ട് ബുക്ക് ചെയ്തിട്ട് വരണോ അല്ലേ? രണ്ട് ദിവസം 4 നോട്ട്സ് കാണിച്ചു, 15 നോട്ട്സ് ഇന്നിപ്പോ എത്രയുണ്ട്? 15 പറഞ്ഞ ഭയങ്കര ഇതായിരിക്കുമല്ലോ. റീൽ ചെയ്യണോ? റീല് വിഡ്രോ ചെയ്യണോ? വിഡ്രോ ചെയ്യട്ടെ? നമ്മ ഇവിടുന്ന് പോണേണ്. ഇവിടെ ആക്ടിവിറ്റി ഭയങ്കര കുറവാണ്. നോട്ട്സ് കുറച്ച് കൂടുതലാന്ന് ഇവര് പറയണം. നമുക്ക് അതിനെ കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇവര് കുറച്ച് മാറി നോക്കാന്ന് പറയണേ. ഇപ്പൊ 2ാം പ്രാവശ്യം മാറണേ, മീനൊന്നും കിട്ടാനില്ല. എല്ലാവരും ഭയങ്കര സിക്കാണ്, എല്ലാവരും സിക്ക. വാള് 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 തന്നെ പരിപാടി. ചാരോ, ആ ചൂണ്ടിറക്കി നീ. ചാകര വന്നുണ്ട് റൈറ്റ് സൈഡില്. ഇവിടെ അത്ര ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂടാ.
ഇവയെ കൊത്തണ്ട ആ ഷാരോ അങ്ങെടുത്തിട്. അങ്ങനെ നമ്മൾ രണ്ടാമത് ലൊക്കേഷൻ മാറ്റി വന്നത് കുറച്ചുകൂടിയും കരയുടെ അടുത്തേക്കാണ്. ഇവിടെ കുറച്ച് പാർക്കിട്ടൊക്കെ ഉണ്ട്, അവിടെ കുറച്ചുകൂടി നല്ല ആക്ടിവിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ പിന്നെയും നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാമത്തെ സ്പോട്ടാണ്. ആദ്യം പോയ സ്പോട്ട്, പിന്നെ അവിടെ നിന്ന് മാറി ഒരു സ്പോട്ടിൽ പോയി, പിന്നെ അവിടെ നിന്ന് മാറിയിട്ടാണ് ഇവിടെ വന്ന് ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കണേ. എന്തായാലും നമ്മ പറഞ്ഞ 4 hours 5 hours കഴിയാറായി. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ പോകണം. അവർക്ക് അടുത്ത ട്രിപ്പിനുള്ള ആള് വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പം എന്തായാലും ഇനിയിപ്പോൾ കാസ്റ്റ് ചെയ്ത് മാക്സിമം ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ആർക്കും ഇപ്പോൾ എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. എല്ലാവരും ഒരു സൈഡായി. ബാക്കിൽ ഒരു 2 പേരിരിക്കുന്നുണ്ട്, ജിയോബായും ഷാരോണും. അവർ 2 പേര് മാത്രമേ ഇപ്പോൾ ചൂണ്ടെടുത്ത് ബാക്കിൽ ഇടുന്നുള്ളൂ. അവിടെ ഇട്ടിട്ടും ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഫ്രണ്ടിൽ നിന്നിട്ട് കാസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ ഈ ബേറ്റ് ഇറക്കടാ കുഞ്ചു ബേറ്റ് ഇറക്കാൻ അവര് ചൂണ്ടുവരില്ലേ? ബേറ്റ് ഇറക്ക്. എന്താടാ മലന്ന് കിടന്നുറങ്ങാൻ വേണ്ടി വന്നേക്കാണ്. അങ്ങനെ നമ്മ കുറച്ചും കൂടിയും കരയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആ വിൻഡിന്റെ ശക്തിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടി പോലെ തോന്നി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒലച്ചിലും കാര്യങ്ങളൊക്കെ കൂടി. അപ്പൊ പിന്നെയും ആർക്കും എനിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാലും ഞാൻ കണ്ടിന്യൂസ് ഫിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് മീനെ പിടിച്ചിട്ട് പോകണം എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3 പേരും ഉറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാസ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മൾ ടൈം കഴിയാറായി. സൈലന്റ് ആയിട്ടാണ് പലരും ആള് വെക്കണത്. ഇതാണ് എന്താ പറയാ ഒത്തൊരുമ എന്ന് പറയണത്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ചാണ് വാള വെക്കുന്നത്. ഹസ്ബൻഡ് ഇവിടെ കമന്നടന്ന് വാള വെക്കുമ്പോ വൈഫ് അവിടെ മലന്നടന്ന് വാള വയ്ക്കുക. ടിഷ്യൂ ആണോടാ ബ്രോ? ടിഷ്യൂ ഉണ്ടെങ്കിൽ എടുത്തോ. ടിഷ്യൂ ഇവിടെ ഉണ്ട് കേട്ടോ മാള് ബാക്കില്. ആ കഴിഞ്ഞില്ല. ടിഷ്യൂ കൊടുക്കാം. സമയമായിട്ട് പോയേ പൈസ ട്രോളിങ് ഇട്ട് കിട്ടുമെന്ന് ട്രോളിങ് ഇട്ട് ചെയ്യാം. ട്രോൾ ചെയ്തോ എല്ലാം എടുത്തോ. അങ്ങനെ ക്രൂ മെമ്പർ നമ്മളോട് ഒന്ന് ചോദിച്ചു പോണോ ഇവര് ഛർദ്ദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോകണ്ട, ടൈമായിട്ട് പോയാൽ ഇത്ര പൈസ എന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ തിരിഞ്ഞങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ആകെ വിഷമായി. ബാ പോവാന്ന് പറഞ്ഞു. അവൻ തിരിഞ്ഞിട്ട് പറഞ്ഞു ഇനി ഛർദ്ദിച്ച എന്റെ കുടല് പുറത്ത് വരുമെന്ന്. അതോട് കേട്ടപ്പോ ഞാൻ പറഞ്ഞു എന്നാ ബ്രോ വാ പോവാ, നമുക്ക് ഇവിടുന്ന് വിടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മ അവിടെ നിന്ന് ചൂണ്ടയൊക്കെ തിരിച്ച് കയറ്റി നമ്മ അവിടെ നിന്ന് നീങ്ങണേണ്. എന്നുണ്ടെങ്കിൽ ഇനി ട്രോൾ ചെയ്യാന്ന് വിചാരിച്ചു. ട്രോൾ ചെയ്യാന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ബോട്ട് ഒരു ചെറിയ സ്പീഡിൽ ഓടിച്ചിട്ടിരിക്കും. അതിന്റെ പുറകില് ട്രോൾ ചെയ്യണ കുറച്ച് ഹുക്സ് ഉണ്ട്, അത് അവരിട്ടിട്ട് ബാക്കിൽ കൂടെ വലിച്ചുകൊണ്ടിരിക്കും. നല്ല നീളത്തിലേക്ക് വിടും. അപ്പൊ ഇതിങ്ങനെ വലിഞ്ഞു പോകുമ്പോൾ മീൻ അട്രാക്ട് ചെയ്തിട്ട് മീൻ വന്നിട്ട് അതിനടിക്കും. അപ്പൊ നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. നമ്മൾ വൈഡ് ഏരിയ ഇങ്ങനെ ട്രോൾ ചെയ്ത് കവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മ ട്രോളിങ്ങിനുള്ള ഹുക്കൊക്കെ ഇട്ട് വെച്ചിട്ട് പതിയെ മൂവ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചുകൂടിയും ഷോറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ട്രോളിങ്ങിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീനൊന്നും ഇല്ലാണ്ട് തിരിച്ച് കയറേണ്ടി വരും. നമുക്ക് ഓൾമോസ്റ്റ് ഇനി ഒരു 1 hour കൂടെ ബാക്കിയുള്ളൂ. ഈ പ്രശ്നം അല്ലേ?
പക്ഷെ അങ്ങനെ നമുക്ക് ട്രോൾ ചെയ്ത് ഈ മീനെ അടിച്ചിട്ടുണ്ട്. മീനെ മച്ചാൻ വലിച്ച് കയറിയാണ്. എന്ത് മീനെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ട്രോളിംഗ് കുട്ടിലാണ് അടിച്ചത്. അപ്പൊ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മീനെ കിട്ടിയിട്ട് എന്താ മീനെന്ന് നോക്കാം. ചുറ്റിയെടുത്തറ ചാടുന്നുണ്ടാ വീട്ടിൽ ഓക്കെ കുഴപ്പമില്ല പറ കുഴപ്പമില്ല അങ്ങനെ ആ മീനും ചാടിപ്പോയി ഗായ്സ്. അങ്ങനെ മീനെ നമുക്ക് കാണാൻ പറ്റി. അത് ചാടിപ്പോയി. അത് പിന്നെയും നമ്മ ഹുക്കിട്ട് ട്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോ പിന്നെയും ഹുക്കിൽ നമുക്ക് മീനടിച്ചു. അതിനെ വലിച്ചേറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കണോ ഇതാക്ക് ടൈറ്റാക്ക് റീല് ടൈറ്റാക്ക് റീല് കുറച്ച് ടൈറ്റാക്കി വെക്കി. ഇതിൽ മീനുണ്ടാ? കുഞ്ചുണ്ടേലുണ്ടാ? കുഞ്ചുണ്ടേല് മീനുണ്ടാ? ഷെയർന്ന് മാറിയടാ. കിട്ടടാ കുഴപ്പമില്ല, അവർ ചെയ്തോളൂ. നീ ടൈറ്റാക്കി എടുക്കും. പോയാ എന്നെ കുടുങ്ങിയതാണ് ഫിഷ് പോച്ചാ. അങ്ങനെ ബാക്കിൽ ട്രോളിങ്ങിലും ഫുള്ള് വീഴ്ചയായോണ്ട് ഞാൻ നേരെ വ്യാച്ചിന്റെ അമരത്ത് കയറി അങ്ങോട്ട് നിന്നു. അമരത്ത് കയറിയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. അതിന് നമ്മ മീൻ പിടിക്കാനുള്ള പ്ലാനിൽ അങ്ങോട്ട് കയറി നിന്നു. ഇവിടെ നമുക്ക് കയറി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോറിന് അടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ചെറിയ ചെറിയ ഗ്രൂപ്പ് ഫിഷുകൾ ഇങ്ങനെ പോകുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കടൽക്കാക്കയും അതേപോലെ തന്നെ വലിയ മീനുകളും വരും. അപ്പൊ ഈ കടൽക്കാക്ക ഇങ്ങനെ വെള്ളത്തിലേക്ക് വന്ന് വീണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൂടുതലും വലിയ മീനുകളെ അവിടെ അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് അവരോട് ഇങ്ങനെ ഡയറക്ഷൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് ക്യാച്ച് അങ്ങോട്ട് എടുത്തോളും. ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഫിഷിനെ കാണിച്ച് ഇങ്ങനെ ഓടിക്കുമ്പോഴും ബാക്കിൽ അവർ കണ്ടിന്യൂസ് ട്രോൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എവിടെന്നെങ്കിലും ഒരു മീനെ കിട്ടിയെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ചെയ്തോണ്ടിരിക്കുന്നത്. പിടിച്ചിട്ട് കയറുന്നുള്ള വാശി കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു മീനെ പിടിക്കണം, പേരിനെങ്കിലും ഒരു മീനെ പിടിച്ച് കയറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മ ആ വാശിക്കാണ് ചെയ്തോണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ഡയറക്ഷനില് ഫിഷിനെ അല്ലെന്നുണ്ടെങ്കിൽ ആ ബേർഡ്സിന്റെ ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിക്കുന്നവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവര് അങ്ങോട്ട് തിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് തിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഫ്രണ്ടോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടാൽ അറിയാം, അവിടെ കിളികളുടെ ഭയങ്കര ആക്ടിവിറ്റി കണ്ടാൽ കാണാൻ പറ്റും. അവിടെ ഇപ്പൊ നല്ലൊരു ചെറിയ ഫിഷിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അതിലെന്തായാലും അതിന് പിടിക്കാനായിട്ട് വലിയ ഫിഷ് ഉണ്ടാവും. അപ്പൊ അങ്ങോട്ട് നോക്കിയിട്ട് ഞാൻ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം കിട്ടിയില്ല, കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ആ മീനെ പിടിച്ച് കയറ്റിപ്പലേക്ക് നമ്മുടെ ടൈം കഴിഞ്ഞായിരുന്നു. അവരെന്നാലും നമ്മുടെ ഇങ്ങനെ ആവേശം കണ്ടിട്ട് അവർ കുറച്ചുകൂടി ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നാണ്. അപ്പൊ തന്നെ അവര് തിരിച്ച് പോവാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമ്മുടെ ഫിഷിംഗ് ട്രിപ്പ് ഇവിടെ തീരുന്നതാണ്.
നമുക്ക് പിടിച്ച ക്യാച്ച് ഞാൻ കൊണ്ടേ കാണിച്ചു തരാം. ഒരുപാടൊന്നുമില്ല. നമ്മുടെ കിങ് ഫിഷ് ആണ്. എനിക്കാണ് കിട്ടിയത്. ചെറിയൊരു കിങ് ഫിഷിനെ കിട്ടി. കൊച്ചടിക്കണം, സെറ്റാക്കണം. കിട്ടിയ മീനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടും കണ്ടാ കണ്ടാ. അങ്ങനെ ആ ഒരു മീനെ കിട്ടിയിട്ട് നമ്മ അവിടെ നിന്ന് നമ്മുടെ ട്രിപ്പും കഴിഞ്ഞ് ഇറങ്ങണേണ്. വളരെ പ്രതീക്ഷയോടെയാണ് നമ്മ വന്നേ, ഡീപ് സീ ഫിഷിങ്ങും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ എല്ലാ ഫിഷിങ്ങിലും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോറിൽ നിന്ന് ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഫിഷ് കിട്ടാണ്ടായപ്പോഴാണ് നമ്മ ഡീപ് സീയിലേക്ക് വന്ന് ഇവിടെ ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചത്. ഇവിടെ ഇപ്പൊ അതിനേക്കാളും വലുത്. ഞാൻ പോണേണ് കേട്ടാ. ഒരു മീനെ കിട്ടിയുള്ളൂ നമുക്ക്, അത്രേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം നോക്കാം. കടലമ്മ പറ്റിച്ച്. വീഡിയോ കുറച്ച് വലുതായി പോയെന്ന് അറിയാം. എന്നാൽ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കി കൂട്ടി ആ കിട്ടിയ മീനെ കൊണ്ട് നമ്മൾ തിരിച്ചു പോണേണ്. ഒപ്പം ഉള്ളവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ അതുവരെ ഇറ്റ്സ് മീ JJ and this is JJ Vlogs signing off until next time. അപ്പൊ നമ്മ ഫിഷിങ് കഴിഞ്ഞ് തിരിച്ചു പോണേണ്. വണ്ടിയിൽ ഇപ്പൊ വന്നേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട്. എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമുക്കൊന്നും അറിയില്ലാണ്ടാണ് നമ്മ അവിടെ പോയത്. എല്ലാവരും വാള് വെച്ച് ആകെ സീനായിരുന്നു. നെക്സ്റ്റ് ടൈം ഇനി ടാബ്ലറ്റും സീ സിക്നസിന്റെ സ്റ്റിക്കറോ കാര്യങ്ങളൊക്കെ അതൊക്കെ മേടിച്ച് സെറ്റാക്കിയിട്ട് വേണം പോവാൻ. എല്ലാവരുടെ എക്സ്പീരിയൻസ് പറയും. ഭയങ്കര സീനായിരുന്നു. എനിക്ക് ഞാൻ ഫസ്റ്റ് എല്ലാരും വാളിങ്ങനെ കണ്ടിട്ട് ഞാൻ വാള് വെച്ച് പിന്നെ ഞാൻ അവരൊക്കെ ഉറങ്ങി. ഞാൻ ഉറങ്ങിയല്ല, ഓൾമോസ്റ്റ് ഫുൾ ടൈം കിടന്നുറങ്ങായിരുന്നു. അപ്പോഴാണ് ഓക്കെ ആയത്. അല്ലെങ്കിൽ വാള് വെച്ച് പണ്ടാകടങ്ങില്ല. ഇതില് വാള് വെച്ച് നമ്പർ 1 എത്തിയ ഒരാളുണ്ട് ഇവിടെ. ഞാൻ ഒരു വാളിട്ട ഒരു വാൾ. വാള് 4 വാള്, ഞാൻ 3 വാള്. ഒരു വാളും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, എന്റെ കൊടല് പുറത്ത് വന്നേനെ. കെട്ടിയവനും കെട്ടിയോളും കൂടെയും വാള് വെച്ച് മത്സരിക്കാറുണ്ട്. ഇവൻ പിന്നെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ഇവരൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ. എവിടെ ശീലം? കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ 10 പറഞ്ഞിട്ട് കിടന്നുറങ്ങിയത്. സീ സിക്നസ് അടിച്ചോന്ന് അറിയണമെങ്കിൽ ഇവനെ ബോധം വേണ്ടേ? ഉറക്കരുത്. വയ്യാന്ന് പറഞ്ഞിട്ട് ഉറങ്ങായിരുന്നു. നിക്കാൻ പറ്റുള്ള, ഇരിക്കാൻ പറ്റുള്ള. പിന്നെ ആരെങ്കിലും ഇങ്ങനെ വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സീല് പോവാനുണ്ട്. 2 വെച്ച് 2 വാക്യൂം നീയല്ലേ വാളിച്ചത്? എനിക്ക് ഞാൻ ആരോട് ചോദിച്ചു, ഞാൻ ബേക്കിൽ 2 സൈഡിൽ നിന്ന് ഒച്ച വരുന്നുണ്ടല്ലോ, ആരൊക്കെയത്? ഫ്രണ്ട് പറഞ്ഞ വെച്ച് ബാക്കിന്ന് പറഞ്ഞ വെച്ച് 3 തവണ കണ്ടു വെച്ചത്. ഞാന് ഞാൻ ഒരു വാള് തന്നെ കുറച്ച് അധികം നേരം സമയം എടുത്തു. പിന്നെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഡീപ് സീ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫിഷിങ് ബോട്ടിലൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള സീ സിക്നസിന്റെ ടാബ്ലറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് പാച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിന് നോക്കി അത് റെഡിയാക്കണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വിൻഡ് നോട്ടൊക്കെ നോക്കിയിട്ട് ഒരു 2-3 നോട്ടൊക്കെ ഉള്ളപ്പോൾ പോവാ. ഒരു 5-6 ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊരു 6-7 വരെ ആയിരുന്നു ആ വിൻഡിന്റെ നോട്ട്. അപ്പൊ അത്ര ഇത് ഉണ്ടായിരുന്നു. അത് 15 ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പോലും പറ്റില്ലാന്ന് പറഞ്ഞു. അതേപോലെ കടല് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് കാമായിട്ട് ഉള്ള ടൈമിൽ പോവാ, 2-3 ഉള്ള ടൈമില്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടാബും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോവാൻ നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ സീൻ കിട്ടും. വെറുതെ പൈസ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് അവിടെ ഛർദ്ദിച്ച് അവിടെ കിടക്കാന്നുള്ള സീനാവും. അപ്പൊ പിന്നെ എല്ലാം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. എത്ര ഇത് ഉണ്ടായാലും അത് ഫേസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് ഇല്ലേ, എന്നെ കണ്ടില്ലേ. അപ്പൊ പോവാന്നുണ്ടെങ്കിൽ പോവാ, എൻജോയ് ചെയ്യാം, സെറ്റായിട്ട് തിരിച്ചു വരാം.